ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനെ കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുക്കുകയാണ് വാമനും പ്രതാപനും കൂടെ. മാർക്കോയെ ഇവർക്ക് രണ്ടു കൂട്ടർക്ക് അറിയാത്തതുകൊണ്ട് മാർക്കോയുടെ കയ്യിലാണ് പ്രതാപൻ കണ്ണൻ്റെയും മഹിയുടെയും ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ വീൽ ചെയറിൽ ഇരിക്കുന്നവനാണ്, ഇവൻ എത്രയും പെട്ടെന്ന് മേലോട്ട് എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൊട്ടേഷൻ തന്നിരിക്കുന്നത്. ഇവൻ കാരണം എൻ്റെ മകൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അയാളോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചതാണ് ഇയാളെ കൊല്ലാനായിട്ട്, എന്നിട്ട് എല്ലാവരും എൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചു പോകും, ഒരാൾക്കും ഈ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല, അവർ പലതരത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്തിട്ടുള്ളൂ, ഇനി അത് അങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ല, ഈ കൃത്യം നടന്നിരിക്കണമെന്ന് മാർക്കോവിനോട് പ്രതാപൻ പറയുന്നുണ്ട്. പക്ഷേ മാർക്കോക്കാണെങ്കിൽ ഇവരെ അറിയാലോ, അതുകൊണ്ട് മാർക്കോ ഒരു കാരണവശാലും പ്രതാപൻ്റെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കില്ല. കണ്ണനെ രക്ഷിക്കാൻ തന്നെയാണ് മാർക്കോ തയ്യാറാകുന്നത്. അങ്ങനെ മഞ്ജു ആണെങ്കിൽ മേഘൻ്റെ ചതികളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ആദ്യമെല്ലാം മേഘനാഥൻ മോളെ പാലെ തേനെ എന്നൊക്കെ വിളിച്ചിരുന്നതാണ്, പക്ഷേ പിന്നീട് അതെല്ലാം മാറ്റം വന്നു. അങ്ങനെ മഞ്ജുവിനോട് സ്വർണം പണയം വയ്ക്കാനും വിൽക്കാനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മഞ്ജു ആണെങ്കിൽ സ്വർണത്തിൽ തൊട്ടുള്ള കളിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരുന്നപ്പോൾ ഇതോടുകൂടി മേഘന് അവളോട് ദേഷ്യം വന്നുകൂടാണ്. പിന്നീട് മേഘൻ്റെ ഫോണിലൊക്കെ പല പ്രാവശ്യങ്ങളിലായി ഓരോരുത്തർ വിളിക്കുന്നതും അതെല്ലാം മഞ്ജു കണ്ടുപിടിക്കുന്നുണ്ട്. ഇതോടുകൂടി മേഘനൊരു പല പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് അറിഞ്ഞ് മഞ്ജുവിനാകെ സങ്കടം സഹിക്കാനാകാതെ അവൾ ദുർഗയുടെ അടുത്തേക്ക് വന്ന് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു, എൻ്റെ ജീവിതം ആകെ നശിച്ചല്ലോ അമ്മേ എന്നെല്ലാം പറഞ്ഞ് പൊട്ടി കരയുന്ന ഇത് കാണുന്ന ദുർഗയ്ക്ക് സഹിക്കാനാവാതെ മേഘനാഥനെ കാണുന്നുണ്ട്. എന്നിട്ട് മേഘനോട് പറയുന്നുണ്ട്, നീ എന്തായാലും ഇത്രയും വലിയ ചതി എന്നോടും എൻ്റെ മോളോടും കാണിക്കരുതായിരുന്നു. ഈ വീട്ടിലത്തെ മൂത്ത മകനായിരുന്നു കണ്ണൻ, അവൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നിനക്ക് എൻ്റെ മോളെ കൈപിടിച്ച് തന്നത്, എന്നിട്ട് പോലും എൻ്റെ മോളോട് നീ ഈ ചതിയാണല്ലോ ചെയ്തതെന്ന് പറയുന്നുണ്ട്. നിൻ്റെ സ്വഭാവ ഗുണങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു, നിനക്ക് മറ്റുള്ള പെൺകുട്ടികളായിട്ടാണ് കൂടുതൽ അടുപ്പമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. എൻ്റെ മകളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ, എത്ര വന്നാലും അവൾ നിൻ്റെ ചെറുപ്പം മുതലേ നിന്നെ സ്നേഹിക്കുന്നവളല്ലേ, ഒന്നുമല്ലെങ്കിൽ നിൻ്റെ അമ്മായിയുടെ മോള് തന്നെയല്ലേ അവളെന്നുള്ള ചിന്തകളും നിനക്കില്ലാണ്ട് പോയല്ലോ എന്നെല്ലാം മേഘനോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന മേഘൻ പ്രതികരിക്കുന്നുണ്ട്, അതെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നവരാരെയും ഞാൻ വെറുതെ വിടില്ല, അതിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയെ ആയാൽ പോലും ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കില്ല, അത് കാരണം അവരാരും എന്നെ അങ്ങനെ ഭരിക്കാനും വന്നിട്ടില്ല. ഇവിടെ മഞ്ജു അങ്ങനെയല്ല, എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും എന്നെ വല്ലാണ്ട് ഭരിക്കാനാണ് ആൾ വന്നത്, അതെനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നെല്ലാം ദുർഗയോട് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ എൻ്റെ മഞ്ജുവിനെ മോളെ എന്നല്ലാണ്ട് വിളിക്കില്ലായിരുന്നല്ലോ, ഇപ്പം നിനക്ക് എന്താ അങ്ങനത്തെ ഇതെല്ലാം മാറിയല്ലോ എന്ന് അന്ന് അവൾ എൻ്റെ കാമുകിയായിരുന്നു, ഇപ്പോൾ പിന്നെ അവൾ എൻ്റെ ഭാര്യയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ഇനി ഉണ്ടാവുള്ളൂ എന്നെല്ലാം മേഘം പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഇനി അധികം ഒന്നും പറയണ്ട, നിൻ്റെ ഈ സ്വരത്തിൽ നിന്ന് തന്നെ എനിക്കെല്ലാം നിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നീ ഒറ്റൊരുത്തം കാരണമാണ് എൻ്റെ മോൾക്ക് കിട്ടാൻ വിധിച്ചിരുന്ന സ്വത്ത് പോലും കിട്ടാതെ പോയി, നിൻ്റെ സ്ഥാനത്ത് മഞ്ജുവിനെ മറ്റാരെങ്കിലുമാണ് കല്യാണം കഴിച്ചിരുന്നതെങ്കിൽ കണ്ണൻ്റെ ഒരു മൂന്നിലൊരു ഭാഗം സ്വത്തും എൻ്റെ മോൾക്ക് കണ്ണൻ കൊടുത്തേനെ, ഇപ്പോൾ അതും കൂടി നീ കാരണം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നെല്ലാം പറഞ്ഞ് ദുർഗ പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ദുർഗ പറയുന്നത്, എന്തായാലും നീ എൻ്റെ മോളുടെ ജീവിതം വെച്ചാണല്ലോ കളിച്ചതെന്നെല്ലാം പറയുമ്പോൾ മേഘൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, നീ ഇവരാരും പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നു. പിന്നെ ആണുങ്ങളായാൽ ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നിരിക്കും, അതുകൊണ്ട് അതിനൊരു വ്യാഖ്യാനം കൊടുക്കാൻ നിൽക്കണ്ടെന്നെല്ലാം മേഘം പറയുന്നുണ്ട്. എൻ്റെ മകൾ ഒരു രാജ്ഞിയെ പോലെയാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത്, അവൾക്ക് എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും എൻ്റെ കണ്ണനും അതുപോലെ ഞാനും വാങ്ങിച്ചു കൊടുത്തിരുന്നു, ഇപ്പോൾ ഏതാണ്ട് അവൾക്കൊരു ജീവിതം അടുത്ത പോലെയാണ് അവളുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്നെല്ലാം ദുർഗ പറയുന്നുണ്ട്. ഇനി എൻ്റെ മോളെ നീ കരയിപ്പിക്കാനാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ണനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ണനെ വിശ്വാസമായിട്ടിരിക്കുകയല്ല അമ്മായി ആകെ മാറിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണനെ കൊല്ലാൻ വേണ്ടി മരുന്നിൽ വിഷം കലർത്തി കൊടുത്ത അമ്മായിയാണോ ഇപ്പോൾ ഇതെല്ലാം പറയുന്നതെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നിൻ്റെ അച്ഛൻ തന്നെയാണ്, അങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെയും കൂടെ അതിൽ കൂട്ടുപ്രതിയാക്കും, അതിലൊരു സംശയവും വേണ്ട, എൻ്റെ മോൾക്ക് നിൻ്റെ ഒപ്പം ജീവിതം മതിയായെന്ന് തോന്നുന്ന ആ സമയം ഞാൻ അവളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും, അന്ന് ഞാനും കരുണമോളും കൂടി കൊടുത്ത 101 പവൻ്റെ സ്വർണം അവളുടെ കയ്യിലുണ്ടായിരിക്കണം, അതില്ലാത്തൊരു പക്ഷം നിന്നെ ഞാൻ കേസ് കൊടുക്കും, നിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എന്നെല്ലാം പറയുന്നതോടെ മേഘനാഥൻ നെട്ടി നിൽക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡെല്ലാം അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.